ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ജോഗിങ്ങിന് പോയ മിത്രയും ആര്യനും പരസ്പരം സംസാരിക്കുന്ന കൂട്ടത്തിൽ മിത്ര ആ ഷോവിനെ കുറിച്ച് തന്നെ വീണ്ടും വാതോരാതെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി ചേച്ചി നിനക്കത് വാങ്ങിച്ചു തന്നതിലും പിന്നെ ദേവി ചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്തതിലും ആണോ നിനക്ക് ഇത്ര സന്തോഷവും ഒക്കെ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അതൊരു കണക്ക് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ, എന്നാലും ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്നൊരു ഗിഫ്റ്റ് ആകുമ്പോൾ നമ്മൾ അത്രയും സന്തോഷിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ തോരാതെ മിത്ര പറയാണ് കേട്ടോ. ആര്യൻ്റെ മുഖം അപ്പോൾ വല്ലാതിരിക്കും. മിത്ര ചോദിക്കണം, എൻ്റെ ആര്യൻ അത് കേട്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എനിക്കൊരു പ്രശ്നമില്ല, പക്ഷേ ഞാൻ ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കി മിത്രയ്ക്ക് ഒരുപാട് എന്നോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ആര്യം മനസ്സിലാക്കിയത്? അല്ല, ഞാൻ നിനക്ക് ഷൂ വാങ്ങിത്തരാമെന്ന് പറഞ്ഞില്ലേ, അതിൽ ഇച്ചിരി കടം വാങ്ങിച്ചോ അല്ലെങ്കിൽ മുതലാളിയെടുത്ത് അഡ്വാൻസ് വാങ്ങിച്ചോ ശമ്പളം കിട്ടുന്ന സമയം വരെയോ ക്ഷമിച്ചോ അങ്ങനെ വാങ്ങിച്ചു തരാമെന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ നീ അതിനെ എതിർത്തു. അതെന്താ കാര്യം? എന്നെ ബുദ്ധിമുട്ടിക്കണ്ട, ഇനി വീണ്ടും കടം വാങ്ങിക്കണ്ട, ഞാൻ കിടന്ന് കഷ്ടപ്പെടണ്ടേ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നീ ജോഗിങ് തൽക്കാലം പ്രാക്ടീസ് മാറ്റിവെക്കാമെന്ന് പറഞ്ഞതും ഒക്കെ. ആ സമയത്താണല്ലോ നിനക്കിത് കിട്ടുന്നത്. അപ്പോൾ എന്നെ ഇനി ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ, എന്നെക്കൊണ്ട് ഇനി കാശ് കടം വാങ്ങിക്കണ്ടല്ലോ. ആ ഒരു കാര്യത്തിൽ നീ സമാധാനപ്പെട്ടില്ലേ? അത് ഉദ്ദേശിച്ചാണ് നിൻ്റെ ഈ സന്തോഷം. അതെന്തുകൊണ്ടാണ്? അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നങ്ങനെ നമ്മുടെ ആര്യം പറയുമ്പോൾ മിത്ര അന്ന് വിട്ടുപോകട്ടോ. മിത്ര ശരിക്കും മിത്രയുടെ മനസ്സിൽ അതായിരുന്നു. ഒരു ഷൂ കിട്ടി, 14,000 രൂപയുടെ ഒരു ഷൂ അല്ലേ, അത് വാങ്ങണമെങ്കിൽ ഇപ്പം മൊത്തത്തിൽ കടവാവും. എന്നാലും അത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ആരും ആ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു കേട്ടോ. അതും കൂടെ കേൾക്കുമ്പോൾ മിത്രയുടെ കണ്ണ് നിറയാണ്. എന്തിനാ നീ കണ്ണ് നിറഞ്ഞത്? ഒന്നുമില്ലാരിയ, എൻ്റെ കണ്ണിലൊരു പൊടി പോയതാണ്, എന്നെ പിന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ കണ്ണിലേക്ക് പൊടി ഇങ്ങനെ ഊതി കൊടുക്കുകയാണ് ആര്യൻ. ആ സമയം കൊണ്ട് മിത്ര ആര്യനൊരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാം, അറിയാണ്ട് ചുണ്ട് തട്ടിപ്പോയതാണ് കേട്ടോ, സോറി ആര്യ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ ഓടാണ്. ടൈം വെച്ചാണ് ഓടുന്നത്. ആര്യൻ്റെ മനസ്സിൽ മിത്ര പറഞ്ഞ കാര്യങ്ങളും മിത്രയുടെ ആ ഉമ്മയൊക്കെയാണ് കേട്ടോ. പക്ഷേ മിത്ര ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ചിന്തിക്കുന്നത് വെച്ചാൽ, കള്ളൻ, അവന് മനസ്സിലായില്ല ഞാൻ അറിയാണ്ട് ഉമ്മ കൊടുത്തു എന്നാണ് അവൻ്റെ വിചാരം, ഞാൻ മനഃപൂർവ്വം ചെയ്തതെന്നുള്ളത് മനസ്സിലായില്ല എന്നും പറഞ്ഞുകൊണ്ട് മിത്ര അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന മിത്രയ്ക്ക് ഒരേ ആലോചന തന്നെ കേട്ടോ. കാരണം വീട്ടിൽ നടന്ന സംഭവങ്ങൾ, ഇപ്പോൾ സുകന്യ അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോകണമെന്നൊക്കെ പരാതി പറഞ്ഞിട്ട് എല്ലാവരും കൂടെ സമ്മതിച്ചിട്ടാണ് നമ്മുടെ ധർമ്മനെ കൊണ്ട് സമ്മതിപ്പിച്ചത്. എന്നിട്ടിപ്പോൾ ദേവിയുടെ സൈഡ് മാത്രം നിന്ന് സംസാരിക്കുന്നു, ദേവിയുടെ പക്ഷം ചേരുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയതുപോലെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ മീനാക്ഷി അങ്ങോട്ട് വരുക കേട്ടോ. എന്താടി പഠിച്ചുകൊണ്ടിരുന്നിട്ട് നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടുവാണല്ലേ, ആരിനെക്കുറിച്ചാണോടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ്. അല്ല മീനു ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ ഇവിടെ നടന്ന സംഭവത്തെക്കുറിച്ചാണ്. എന്ത് സംഭവം? അല്ല, ഇപ്പം സുകന്യ ചേച്ചിക്ക് കറങ്ങാൻ പോകണമെന്നും ബീച്ചിലും പാർക്കിലും ഒക്കെ പോകണം എന്നൊക്കെ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ നേടിക്കൊടുത്തത് ആരായിരുന്നു? ധർമ്മൻ മാമനോടും ഒക്കെ പറഞ്ഞിട്ട്. അതിപ്പോൾ ആരാ പറഞ്ഞത്? നമ്മളെല്ലാവരും കൂടെ ചേർന്നില്ലേ? അതാണ്, നമ്മളെല്ലാവരും കൂടെ സംസാരിച്ചപ്പോഴാണ് ആ കാര്യം ശരിയായത്. എന്നിട്ട് അവസാനം സുകന്യ ചേച്ചി പറഞ്ഞ വാക്കോർമ്മയുണ്ടോ? നിങ്ങളൊരു സെറ്റ്, ഞാനും ദേവി ചേച്ചി ഒരു സെറ്റ്, പിന്നെ എനിക്ക് ദേവി ചേച്ചിയോട് വലിയ നന്ദിയുണ്ട് എന്നൊക്കെ. നന്ദി പറയാനാണെങ്കിൽ എല്ലാവരോടും പറയേണ്ടേ അവർ. എന്നിട്ട് ദേവി ചേച്ചിയോട് മാത്രം, ഏട്ടത്തിയോട് മാത്രം പറഞ്ഞിരിക്കണം. അവിടെ ഒരു പക്ഷഭേദം ഇല്ലേ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ സുകന്യ അവിടെ മറഞ്ഞു നിൽക്കാട്ടോ. ഇവളുമാരെന്താ സംസാരിക്കണേന്ന്. അത് ശരി, കൊള്ളാവല്ലോ, ഇവളുമാർ ഇതിനെക്കുറിച്ചാണല്ലേ സംസാരിക്കണം എന്നും പറഞ്ഞ് മറിഞ്ഞു നിൽക്കാട്ടോ. മീനാക്ഷി പറയണം, എടി പോലീസുകാരി, നീയേ നിൻ്റെ ഈ ഒരു ചിന്തയൊന്നും നീ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട കേട്ടോ. ഇതൊക്കെ വെറുതെ നീ ഈ ചെവി കൂടെ കേട്ട് അങ്ങ് കളഞ്ഞാൽ മതി. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ഇല്ല, എനിക്ക് തോന്നി മീനാക്ഷി ചേച്ചി, ഇത് മനഃപൂർവ്വം നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. ഇവിടെ 3 മരുമക്കളുണ്ടല്ലോ, അതിൽ ഒരാളെ മാത്രം ഹൈപ്പ് ചെയ്തിട്ട് ബാക്കി 2 പേരെയും മാറ്റി നിർത്തുന്നത് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതും കേട്ടോണ്ട് ഗോമതി അങ്ങോട്ട് വരുക കേട്ടോ. ഗോമതി പറയും, ദൈവമേ, ഞാൻ എപ്പോഴാണ് അങ്ങനെ ചെയ്തത്? എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ടല്ലേ കാണുന്നത്, ഇവൾക്കിപ്പോൾ നോക്കിക്കോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഓടി വന്നിട്ട്, മിത്രേ എന്താടി നീ പറഞ്ഞത്? എനിക്ക് 3 മക്കളും ഒരുപോലെ തന്നെയല്ലേ? ഒരാളെ മാത്രം പൊക്കി മറ്റുള്ള 2 താഴ്ത്താനായിട്ട് ഞാൻ അങ്ങനെ ഇന്നുവരെ ശ്രമിച്ചിട്ടുണ്ടോടി? അയ്യോ, അപ്പച്ചിയെക്കുറിച്ചല്ല ഞങ്ങൾ പറഞ്ഞത്, പിന്നെ ആരെക്കുറിച്ചാടി പറഞ്ഞത്? മരുമക്കളെ കാര്യങ്ങൾ പറയണമെങ്കിൽ നീ എന്നെ ചേർത്ത് വേണ്ടേ പറയാൻ? മീനാക്ഷി ഓടിപ്പോയിന്. എൻ്റെ പൊന്നമ്മേ, ഒന്ന് സമാധാനപ്പെടും. ഇത് അമ്മയെക്കുറിച്ചൊന്നുമല്ല പറഞ്ഞത്, ഇത് പ്രശ്നം വേറെയാണ്. എന്ത്? അതല്ല, അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലത്തെ സംഭവം, ആ സുകന്യ ചേച്ചി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും നമ്മളെല്ലാവരും കൂടെ ചേർന്നല്ലേ ഇതെല്ലാം ശരിയാക്കി കൊടുത്തത്. എന്നിട്ട് അവസാനം നന്ദി വാക്ക് ദേവി അടുത്തേക്ക് മാത്രം നമ്മളെ മനഃപൂർവ്വം ഒഴിവാക്കിയില്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. ആഹാ, ഇവള് കൊള്ളാലോ, ഇവളെ പോലീസ് ബുദ്ധി ഞാൻ കാണിച്ച് തരുന്നുണ്ടടി. അപ്പോഴാണ്
ഗോമതി പറയണത്, മിത്രം മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഓരോ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങുന്നതേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കാണ്, വലിയ കാര്യങ്ങൾക്കല്ല. അതിങ്ങനെ മനസ്സിലിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്യുന്ന ഇതിപ്പോൾ നിസ്സാര കാര്യം, ഇതങ്ങ് തള്ളിക്കളയാനുള്ളതേ ഉള്ളൂ. നീ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ലേ. പിന്നെ ഇവിടെ എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയാണ്, അതുപോലെ മരുമക്കളായാലും എല്ലാവരും ഒരുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി. ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പോൾ സുകന്യ ദേവിയോടെ കുറച്ച് കൂടുതൽ നിൽക്കുന്നെങ്കിൽ അങ്ങനെ നിന്നോട്ടെ, അതിന് കുഴപ്പമില്ല, അതൊരു പരാതിയായി കാണണ്ടാന്ന്. അപ്പോൾ സുകന്യ മനസ്സിൽ വിചാരിക്കുന്നത്, അത് ശരി, അപ്പോൾ ഞാൻ ദേവിയോട് കൂടുതൽ സ്നേഹം അടുപ്പവും കാണിച്ചു കഴിഞ്ഞാൽ ഇവളുമാർ തെറ്റും. എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, കുറച്ച് കൂടുതൽ സ്നേഹം ദേവിയോടത്തി കാണിക്കാം, അപ്പോൾ ഇവളുമാർ തെറ്റട്ടെ, അങ്ങനെ ചിന്തിക്കാം കേട്ടോ. പക്ഷേ മിത്രയെ സമാധാനിപ്പിച്ച് പോകണമെങ്കിലും മിത്രയുടെ ആ മനസ്സിൽ നിന്ന് അതങ്ങോട്ട് പോകുന്നതേ ഇല്ല കേട്ടോ. വല്ലാത്ത ഒരു ടെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. സുകന്യ ചേച്ചി മനഃപൂർവ്വം നമ്മളടുത്ത് അങ്ങനെ ചെയ്തത് തന്നെയാണ്, നമ്മളെ മാറ്റി നിർത്തും പോലെ ഒഴിവാക്കിയ പോലെ തോന്നുകയാണ്. അങ്ങനെ ഗോമതി പറഞ്ഞിട്ട് പോകുമ്പോൾ വീണ്ടും മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, മീനാക്ഷി ചേച്ചിക്ക് അത് ഫീൽ ചെയ്തില്ലേന്ന്. എൻ്റെ പൊന്നോ, എനിക്കതൊന്നും ഫീൽ ചെയ്തില്ല, ഞാനത് അപ്പം തന്നെ കളഞ്ഞു, ഞാനത് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല എന്നിങ്ങനെ മീനാക്ഷി മിത്രേനെ സമാധാനിപ്പിക്കുകയാണ്. മിത്രയുടെ പോലീസ് ബുദ്ധിയിൽ മിത്ര അവിടെ നാലിച്ച് കൂട്ടാട്ടോ വീണ്ടും വീണ്ടും. അതൊക്കെ കഴിഞ്ഞിട്ട് ഉദയഭാനു വീട്ടിൽ നിന്നാകെ ടെൻഷനാട്ടോ. ദൈവമേ, ഇനി എന്താ ഇപ്പം ചെയ്യാമെന്നും പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ശ്രീകല വന്ന് ചോദിക്കണം, എന്താ ഉദയേട്ടാ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? എടി ആകെ പെട്ടു, അടുത്ത ആഴ്ച തന്നെ ആ ബാലന് 10 ലക്ഷം രൂപ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയാണ്. ആഹാ, കണക്കായിപ്പോയി, ചോദിച്ചെങ്കിൽ അങ്ങോട്ട് കൊടുക്ക്. ഓരോ തള്ളിരുന്നും കൊണ്ട് പറയുമ്പോൾ ആലോചിക്കണം നമുക്കിട്ട് തിരിഞ്ഞു വരുമെന്ന്. എടി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട, ആ സാഹചര്യത്തിൽ പറഞ്ഞല്ലേ പറ്റൂ. ഇനിയും വിളിച്ച് അയാൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ആഴ്ച ഇത് കൊടുക്കാതിരുന്നാൽ നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയില്ലേ. നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആരെയും മുമ്പിൽ ചെന്ന് ആളാവരുന്നത്. ആളായി നമ്മൾ ഇത്രത്തോളം ആയി, ഇനിയും നിങ്ങൾ വെച്ച് പൊറപ്പിച്ചില്ലേ മനുഷ്യ, ഈ പൈസ നിങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാനാണ് എന്നൊക്കെ ശ്രീകല ചോദിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഉദയഭാനു പറയണം, എടി അതിനെല്ലാം ഞാൻ വഴി കണ്ടിട്ടുണ്ട്, നീ എൻ്റെ കൂടെ നിൽക്കണം. എന്ത് വഴി? പിന്നെ നമുക്കിപ്പം പൈസ തന്ന് കടം തരാനായിട്ട് നമുക്ക് ആരുമില്ല, സഹായിക്കാനും ആരുമില്ല. എൻ്റെ മുന്നിൽ ഒരേ ഒരാളേ ഉള്ളൂ, ആ ആളിനെ കൊണ്ട് നമുക്ക് കടം വാങ്ങിപ്പിക്കണം. ആരെ നിങ്ങൾ ഉദ്ദേശിച്ചത്? എടി നമ്മളെ വിഷം കഴിക്കാൻ നിന്ന സമയം നിനക്ക് ഓർമ്മയുണ്ടോ? ആ സമയം ദൈവം നമ്മളെ രക്ഷിച്ചില്ലേ? എന്തിനാ? ഒരല്പ പിടിവെള്ളി ഇട്ട് തന്നെ നമ്മളെ രക്ഷപ്പെട്ടോളും എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് നമ്മളന്ന് രക്ഷപ്പെട്ട് കയറി വന്നത്. ഇതുപോലെ എത്രയോ പേര് മരിക്കുന്നു, അവരെയൊന്നും എന്താ ദൈവം രക്ഷിക്കാത്തത്? അവർ രക്ഷിച്ചിട്ട് കാര്യമില്ല, വീണ്ടും ഇതൊക്കെ തന്നെ പണി, അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല ജീവിതത്തിലും. അതുകൊണ്ടാണ് ദൈവം വിചാരിക്കണം എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങ് പൊക്കോന്ന്. പക്ഷെ ഞങ്ങളോട് അങ്ങനെ കാണിച്ചില്ല. അതെന്താ? അതാണ് പറയണത്, നമുക്ക് എൻ്റെ ഉടായിപ്പോണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു കയറും ഈശ്വരനറിയാം. അതുകൊണ്ടാണ് അന്ന് ഞങ്ങളെ രക്ഷിച്ചത്. ഇപ്പം നിങ്ങൾ കാര്യം പറ. അതല്ലെന്നേ, നമുക്ക് ആനന്ദിനെ കൊണ്ട് തന്നെ 10 ലക്ഷം രൂപ തരിക്കണം, എന്നിട്ട് അതിനെ വാങ്ങി ബാലന് കൊടുക്കാം. ആനന്ദോ, ദൈവമേ, അവനോട് പോയി ഇനി ഇതുവെല്ലാം ചോദിച്ചാൽ മനുഷ്യൻ നിങ്ങളെ കൊന്നു കുഴിച്ചു മൂടും അയാൾ. ഇത്രയും കിട്ടിയതൊന്നും നിങ്ങൾക്ക് പാടില്ലല്ലേ. അപ്പോഴാണ് ദേവാന് പറഞ്ഞത്, എടി ബുദ്ധി ഉപയോഗിക്കണം, ബുദ്ധി. ഇപ്പോൾ നമ്മുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ആനന്ദിനെ കൂടെ ആവശ്യമാണ്. ഇപ്പോൾ ദേവി ഗർഭിണിയാണ്, ദേവിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അവർക്ക് പ്രാധാന്യമുള്ളതാണ്. അതിനുവേണ്ടി അവൻ എന്തും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ഈ ഉടായിപ്പ് വീട്ടിലറിഞ്ഞാൽ പ്രശ്നം ആനന്ദിന് തന്നെയാണ്. അപ്പോൾ ആനന്ദ് അത് മറയ്ക്കാൻ വേണ്ടിയിട്ടേ നോക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അച്ഛൻ്റെ മുന്നിൽ എല്ലാം തുറന്നു പറയണം, അച്ഛനെ പ്രയാസപ്പെടുത്തണം എന്നൊക്കെ വരില്ലേ. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആനന്ദിനോട് ഈ കാര്യം പറഞ്ഞാൽ ആനന്ദ് നമുക്ക് ഈ പൈസ തരും, അത് വാങ്ങി ബാലിന് കൊടുത്താൽ പോരെ, രക്ഷപ്പെട്ടില്ലേ. അയ്യോ ദൈവമേ, മനുഷ്യ നിങ്ങൾ ആവശ്യമില്ലാത്തിൽ നിന്ന് പോയി ചാടല്ലേ. ഒന്നാമതേ ഓരോ ഉടായിപ്പ് ഉണ്ടാക്കി വെച്ച് ദേവിയുടെ ജീവിതം ആരുടെയോ ഭാഗ്യം കൊണ്ട്, ദൈവം നമുക്ക് തന്ന ഭാഗ്യമോ ഏതോ സുഹൃജന്മത്തിൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവൾ ഇന്ന് തിരിച്ച് ആനന്ദിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത്. വീണ്ടും അവളുടെ ജീവിതം കുട്ടിച്ചോറാക്കല്ലേ മനുഷ്യാന്ന്. എടി നീ ആ ദേവീനെ ഒന്ന് വിളിക്കുക, ഞാൻ കാര്യം പറഞ്ഞോളാം, എനിക്ക് പേടിയെ അവളെ വിളിക്കാം, ഞാൻ പറഞ്ഞോളാന്നല്ലേ പറഞ്ഞത്, നീ വിളിക്കുക. അങ്ങനെ ദേവിയെ വിളിക്കുകയാണ് ശ്രീകല. എന്നിട്ട് പറയാം, മോളെ സുഖാണല്ലേ, പിന്നെന്താണ്ട് വിശേഷമൊക്കെ ചോദിച്ചിട്ട് എൻ്റെ ഇടയിൽ കൂടെ പറയണ്ട മോളെ, നമുക്ക് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു, ഒരു 10 ലക്ഷം രൂപയുടെ. എന്താ കാര്യം അമ്മ പറഞ്ഞു? അതല്ല, ഇങ്ങനെ ആനന്ദിനോട് കുറച്ച് പൈസ കടം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ അറിയണ്ടേ? അച്ഛനറിയാതെ ഈ ഉടായ്പ പരിപാടിയൊന്നും അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരില്ലല്ലോ. അല്ല, അത് ദേ അമ്മേ, എനിക്കറിയാം അച്ഛൻ അവിടെ ഉണ്ട്, അച്ഛൻ തന്നെ അമ്മ ഇത് ചോദിപ്പിക്കാൻ വേണ്ടി വിളിപ്പിച്ചത്. അതല്ല, കാര്യം പറ. അല്ലെന്നേ, ഈ ബാലനെ 10 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ അച്ഛൻ? എന്തുവാ ഇപ്പോൾ കോടീശ്വരനാണെന്നൊക്കെ പറഞ്ഞും കൊണ്ട് ആ പ്രമാണം ഇനി ഗോമതി സ്റ്റോർ പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് അതിന് അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞ് പുറകെ നടക്കുവാണ്. എങ്ങനെയെങ്കിലും പൈസ മറിച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മൾ നാണം കെടില്ലേ.
അപ്പോൾ ആനന്ദിന് ഇപ്പോൾ എന്തായാലും അവിടെ പിടിച്ച് നിന്നല്ലേ പറ്റൂ, അതുകൊണ്ടാണ് ഞങ്ങളിത് ചോദിക്കുന്നത്. ദേ അമ്മേ, നിങ്ങൾ സ്പീക്കർ ഫോണിട്ട് ഞാൻ പറയാനുള്ളത് അച്ഛനോട് പറഞ്ഞോളാം. എടി ഇവിടെ അച്ഛനില്ല, ആര് പറഞ്ഞില്ലെന്ന്. പിന്നെ ഞാൻ അവിടുത്തെ ലോകത്തെ ഏറ്റവും വലിയ ഉടായ്പ മഹാനായ ഉദയഭാനു സാറിൻ്റെ മകളാണ്, ഒരേ രക്തമാണ്, എനിക്കറിയാം അച്ഛൻ അവിടെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ അത് സ്പീക്കർ ഫോണിൽ ഇട്ട് കേട്ടോ. അപ്പോൾ ഉദയഭാനു കേൾക്കാൻ വേണ്ടി പറയാം, അച്ഛാ നിങ്ങൾ ഇത്രത്തോളം ആക്കി എൻ്റെ ജീവിതം ഇവിടം വരെ കൊണ്ടെത്തിച്ചു, ഇനിയും ഇത് പോയി മുന്നോട്ട് വല്ലതും പോയതാണല്ലോ, എൻ്റെ സ്വഭാവം ഇതായിരിക്കില്ല. എന്തോ സുഹൃത്തത്തിലാണ് ഇത്രയൊക്കെ കാട്ടിക്കുട്ടിയിട്ടും ആനന്ദേട്ടൻ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നതും ഇത്രയെങ്കിലും ഒരു സ്നേഹത്തോടെ കൂടെ ഇപ്പോൾ ഒന്ന് ശരിയായി പോകുന്നതേ ഉള്ളൂ. വീണ്ടും എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കാനാണ് നിങ്ങളെ തീരുമാനമുണ്ട് ആണെങ്കിലേ ഞാൻ അങ്ങോട്ടൊരു വരവ് വരും എന്നും പറഞ്ഞുകൊണ്ടും ദേവി നല്ല കൊടുക്കാണ് കേട്ടോ. അതോടുകൂടി ചമ്മി നാറി അവിടെ ഇരിക്കുകയാണ് നമ്മുടെ ഉദയഭാനു. അപ്പോൾ ആ ഒരു കാര്യം ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി. അതോടുകൂടി ശ്രീകലയും മോക്ക് സപ്പോർട്ടാട്ടോ. നന്നായി മോളെ, അങ്ങനെ തന്നെ വേണം. ഇങ്ങനെ ചമ്മി നാറി ഇരിക്കുകയാണ്. അയാളുടെ ഉടായ്പ് ഇനി ഇതുപോലെ കള്ളത്തരം പറഞ്ഞ് എന്നെ കൊടുക്കാതെ നിങ്ങൾ ആരും വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ദേവി കുറേ വഴക്കൊടുക്കുകയാണ്. അങ്ങനെ ഉദയഭാനു പൈസ എവിടെ നിന്ന് ഉണ്ടാക്കും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് തലയെ കൈവച്ച് ഇങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് കേട്ടോ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്